ഹലോ ഗായ്സ്. ഹലോ ഗായ്സ് കുഞ്ഞിക്കിളി പറ. ഹലോ ഗായ്സ്. പിടിച്ചു കാണുന്നുണ്ടോ? കാണുന്നുണ്ടോടി? എനിക്ക് കുഞ്ഞിക്കിളി ഇന്ന് എന്തോ പറ്റിയ മര്യാദക്കിരിക്കുന്നത്. എല്ലാരും മാവെ കണ്ടോ? ആ ചേച്ചി കൊറേ നാളായല്ലോ കണ്ടിട്ട്. കൊറേ നാളായല്ലോ കണ്ടിട്ട് എല്ലാരും. അല്ല മായ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നോ? കുഞ്ഞിക്കിളീനെ മിസ് ചെയ്യുന്ന എല്ലാവർക്കും കുഞ്ഞിക്കിളി ഹായ് വെച്ചു. സേ ഹായ്. ഹായ് അതൊരു ഫ്ലൈങ് കിസ് കൊടുത്തേ. പാവക്കുട്ടീനെ കാണിച്ചേ. കുഞ്ഞിക്കിളിയുടെ പാവേനെ കണ്ടോ? കണ്ടോ? കുഞ്ഞിക്കിളി ഉറങ്ങാനുള്ള പരിപാടിക്ക്. അപ്പൊ ഞാൻ തുറക്കണ്ട, ഇത് ലൈവ് വരാൻ നടത്തും. ഹായ് ചേച്ചി കുഞ്ഞി. എന്നാ കോശി എന്നാ ഉണ്ട് വിശേഷം? എന്റെ കൊറേ കൂട്ടുകാർക്ക് ഒരു പാട്ട് പഠിക്കും. കുഞ്ഞിക്കിളി കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അടിയടി പാടാമേ. അടിയടി. കുഞ്ഞിക്കിളി ഡാൻസും കളിക്കണം. അപ്പൊ അയ്യോ ഇതൊക്കെ നിക്കേ നാണങ്ങേടാ. ശേ എല്ലാരും കളിയാക്കും മോനെ. അവ കളിച്ച് 1 2 3 അടി 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 കളിക്കേ. അച്ഛ മനസ്സിലായോ? കളിക്കേ കളിയടാ. എന്നാ കളി കാണത്തില്ല. ആരും കുഞ്ഞിനെ കളിയാക്കല്ലോ കേട്ടോ. എന്റെ കുഞ്ഞ് ഡാൻസ് കളിക്കട്ടെ. ഒരു മിനിറ്റ് അമ്മേ. കളിക്ക്. അടി അടി അടി. അമ്മ എഴുതേക്ക്. അമ്മ പാട്ട് പാടാം. 1 2 3 അടി അടി അടി. ഇതെന്നാ കളിക്കുന്നില്ല? വാ അടി അടി കളിക്ക്. 1 2 3 അടി 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 അടി. പാടിയാ മതി. ഫോൺ കൊണ്ടു കുഞ്ഞിയപ്പ കഴിച്ച എന്താ കുഞ്ഞിക്കിളിക്ക് ഒരു പാട്ട് പാടിക്കോട്ടെ. അവർക്കൊരു അടിയടി. അവളും ഞാൻ വായിക്കാൻ കേട്ടോ കമന്റ് എല്ലാം. ഇവിടെ ഞാൻ കൊല്ലും. കുഞ്ഞിക്കിളിക്ക് ഉണ്ടല്ലോ. കുഞ്ഞിക്കിളി ഡാൻസ് ഏത് പാട്ടാ പാടണ്ടേ? 1 2 3 അടി 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 അടി. മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലായോ? എങ്ങനെ അടിയടി ഇങ്ങനെ കളിക്കുക? അങ്ങനെയല്ലല്ലോ അടിയടി കളിക്കുന്നത്. 1 2 3 ഇങ്ങനെ കളിക്കുന്നത്. മൂന്ന് ഫേസ് 1 2 3 അടി 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 കളിക്ക്. ഇത് കുഞ്ഞിക്കിളിനെ കണ്ടോ? ഹായ് കളിക്ക്. വേറൊരു കാര്യം കാണിച്ചു തരാം കുഞ്ഞിക്കിളിയുടെ. നിനക്ക് ഒരു മിനിറ്റ് അമ്മ ഒന്ന് പറഞ്ഞോട്ടെ. കുഞ്ഞിക്കിളിയുടെ അടുത്തായിട്ട് കുഞ്ഞിക്കിളിയുടെ ഒരു മിമിക്രി കേട്ടോ. കുഞ്ഞിക്കിളി കുയിലെങ്ങനാ? അങ്ങോട്ട് വെക്ക. കുയിലെങ്ങനാ? കൊള്ളാവോ? അടുത്ത കുഞ്ഞിക്കിളി ആട്ടുമാമ എങ്ങനാ? അടുത്ത പശുമാമ എങ്ങനാ? പശുമാമ എങ്ങനാടാ? എങ്ങനെ? പിന്നെ പൂച്ചക്കുട്ടി എങ്ങനാ? ബോബോ എങ്ങനാ? അടുത്ത ട്രെയിൻ പോകുന്ന എങ്ങനെ? ട്രെയിൻ. അടുത്ത അച്ഛയുടെ മൂക്ക് എങ്ങനാ? കാണിക്ക. അച്ഛയുടെ മൂക്ക് എങ്ങനെ? അച്ഛൻ ദേഷ്യപ്പെടുന്നത് എങ്ങനാ? എങ്ങനാ? ഇങ്ങനെ. അച്ഛയുടെ മൂക്ക് എങ്ങനാ? കണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാമോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എങ്ങനാ? അടുത്ത എന്നാടാ? അടുത്ത എങ്ങനെ അച്ഛൻ കാണിക്കുന്ന പോലെ എങ്ങനെ കാണിക്കുന്നത്? കണ്ടോ? പിന്നെ കുഞ്ഞിക്കിളി വേറെ പാട്ട് പഠിച്ചിട്ടുണ്ട്. വേറൊരു പാട്ട് അവനെ എന്തോ മറ്റേ അമ്മ എങ്ങനെ? അല്ല കണ്ടോ പറഞ്ഞേ. മാമാച്ചി എങ്ങനെയാ പറഞ്ഞേ? മാമാച്ചി എങ്ങനെ പറഞ്ഞ? കണ്ടോ. ഈ ഉടുപ്പ് കൊള്ളാം. എന്റെ അമ്മ തയ്ച്ചാണേ. പക്ഷെ അവന്റെ സ്കേർട്ട് ഞാൻ തയ്ച്ചിട്ട് കഴുകിയിട്ടേക്കും. കൊള്ളാവോ? ഇത് കൊറേ നാളായി അമ്മ തയ്ച്ചു കൊടുത്തിട്ട്. ഉടുപ്പ് കൊള്ളാവോ ചോദിച്ചേ? കൊള്ളാമോ? അയ്യോ മതി. തിരിഞ്ഞു. ഫ്രണ്ട് ഒരു നമസ്കാരം കൊടുത്ത്. സേ നമസ്കാരം. നോ സേ നമസ്കാരം കൊടുക്കുക. നമസ്കാരം എങ്ങനെ? നമസ്കാരം.
ഹലോ. അത് കണ്ട ഒരു ബട്ടർഫ്ലൈ കണ്ടടാ. തിരിഞ്ഞോ കണ്ടോ? ആര് കുഞ്ഞിന്റെ ബട്ടർഫ്ലൈ കണ്ടോ ആരെങ്കിലും? നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ബട്ടർഫ്ലൈ കണ്ടോ? ഹായ് കുഞ്ഞി. ടീന ആൻറ്റി ഹായ്. ആൻറ്റി പറ ഹായ്. ഹായ് ആൻറ്റി പറ. ആൻറ്റി എന്ന് വിളിച്ചേ. ഒരു ബട്ടർഫ്ലൈ കാണിക്കോ ബാക്കിൽ? അപ്പം ഞാൻ കമൻ്റ് ഒക്കെ വന്നയക്കാം കേട്ടോ. 99 പേര്. അമ്മേ കുഞ്ഞിക്കൊരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ. അച്ചു ഹലോ. അഷ്ലഫ് ഹായ് പറയുന്നുണ്ട്. രമ്യ ഹായ്. എന്നമ്മ പശുമാമ എങ്ങനാ? ആന എങ്ങനാ? പിന്നെ എങ്ങനെയാണ്? പിന്നെ എന്നൊക്കെ പഠിച്ചേ? ഹലോ. പിന്നെ വേറെ എന്തൊക്കെയോ കുഞ്ഞി പറയത്തില്ലേ? അമ്മ കമന്റ് വൈഗ ഹായ് കിളി. ഹായ് വിളസേ ഹായ്. ഹായ് ആന്റി വിളിച്ചേ. ആന്റിന്ന് വിളിച്ചേ. ആന്റി അങ്ങോട്ട് നോക്കി വിളിക്കാം. ആന്റി അടി. എന്നാ ഒരു മിനിറ്റ് മായ്ക്ക്. അച്ചു കാണുന്നുണ്ട് ചേച്ചി. പ്രണവ് മനീഷ് കുഞ്ഞിക്കിളി വിളിക്കുന്നുണ്ട്. വീണാമ്മ കുഞ്ഞിക്കിളി ഹായ് പറയുന്നുണ്ട്. ജോയ്സി ഹായ് ഗായ്സ്. ഹായ് വീണാമ്മ. പൊന്ന ഹായ് പൊന്ന. അച്ചു കുഞ്ഞിക്കിളിയെ. ഓ കാക്കയെ പറഞ്ഞില്ല. കാക്ക എങ്ങനാ? കാക്ക എങ്ങനാ പറഞ്ഞേ? കാക്ക ചക്കരയെ കളിക്കുന്നുണ്ട്. ഹായ് ചേച്ചിക്കുട്ടി കുഞ്ഞിക്കിളി എന്ന് പറയുന്നുണ്ട്. കുഞ്ഞിക്കിളി ഒരു പാട്ട് പാടിക്ക്. ഒരു പാട്ട് പാടാമോന്ന്? ഏത് പാട്ടാ? ആനന്ദൻ ഹായ് കുഞ്ഞു. ജോമോ ഞാൻ കമന്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുഞ്ഞി ഉണ്ണിയപ്പോ കഴിച്ചോ? ആര്യശ്രീ ഹായ്. ചേച്ചിയുടെ മോടെ കല്യാണമാണ് അതിന്റെ തിരക്ക്. മറ്റേ മോടെ കല്യാണമാണോ ചേച്ചി? എനിക്ക് തോന്നിയത് എന്തോ ഉണ്ടാ ചേച്ചിക്കുന്നത്. ഹായ് കുഞ്ഞിക്കിളി മായ കളിക്കുന്നുണ്ട്. അച്ചു കുഞ്ഞിക്കിളി ഉണ്ണിയപ്പോ കഴിച്ചോ? കള്ളനോട്ടം കണ്ടോ കുഞ്ഞിയുടെ? കുഞ്ഞിക്കിളി സാണം വന്നു. റിബൽ എന്നാ നോ അതൊന്നും എടുക്കരുത്. ശ്രീജ ഞാൻ മുമ്പേ കണ്ടായിരുന്നു കേട്ടോ. ഇയാളുടെ ഒരു ഷോർട്സ് കണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശ്രീഷ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ക്ലാപ്പാണോടാ? കുഞ്ഞി നാണം ജീന കുഞ്ഞി. പ്രണവ് ഹായ്. കുഞ്ഞി മോഡൽ. കുഞ്ഞിക്കിളി മോഡലാ. നമസ്കാരം കുഞ്ഞി. സ്നേഹ പറയുന്നുണ്ട്. സൂപ്പർ ഉടുപ്പ്. അഞ്ജു ഹായ്. പൂച്ച കരയുന്നത്. പൂച്ച. കുഞ്ഞിക്കിളി പൂച്ച കരയുന്നത്. പൂച്ച മോനെ ഒരു പാട്ട് പഠിക്കേ. സരിഗമ പഠിക്കേ. അച്ഛച്ച പഠിപ്പിച്ച സരിഗമ. അമ്മ വേറെ പാട്ട് പാട്. അല്ല ആടാട് പാടാമോ? കൈയടിച്ച് പാടാ. ആടാട് പാടാ. ആടാട് പഠിക്കതാ. ആടാട് എങ്ങനെ പാടിക്കേ. പാട്. ഹായ് കുഞ്ഞി. അമ്മ അങ്ങോട്ട് മാറിയിരുന്നേ. ഇന്ന് കുഞ്ഞിയുടെ ലൈവ് മതി. അതെ ചക്കര പെണ്ണെ കണ്ടോ പറഞ്ഞേടാ. കണ്ടോ മുഖത്ത് പാടോ? അത് എനിക്ക് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇടുക്കി വാഗമൺ തണുപ്പടിക്കുമ്പോൾ എനിക്കിതുണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചിന്റെയാണ്. പാട് കുഞ്ഞിന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്ര ജിനുവളിയൻ എവിടെ? ജിനുവളി ഇപ്പൊ വരും. ജിനുവളിനൊരു ചെറിയൊരു ഷൂട്ട്. അപ്പൊ ഇപ്പൊ വരും. ഞങ്ങളപ്പുറത്ത് എന്നും ജിനുവളിനെ കൊണ്ടല്ലേ ലൈവ് വരുന്നത്. ജിനുവളി ഇല്ലാതൊരു ലൈവ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. എവിടെ നല്ല പോസിറ്റീവ് ലൈവാണ്. ഓൾവേസ് പോസിറ്റീവ് ആണ്. ഇന്ന് ഞങ്ങൾ കുറച്ച് നല്ല ഓട്ടത്തിലൊക്കെ ആയിരുന്നു. കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട്. സൺഡേ ആയിരുന്നു. നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ. നമുക്ക് ഓട്ടം. ആന എങ്ങനെയാ? പിന്നെ എന്നാ ഉണ്ട് വിശേഷം? സുഖം. എന്നാ ഉണ്ടോ? ഞാൻ പത്തനംതിട്ടക്കാരി. എന്നാ ഉണ്ടോ? എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആനെ പറയണോ? ആനെ പറ. ആനെ പറയണോ? ആന എങ്ങനെ? അങ്ങനെ ഫുഡ് കഴിച്ചില്ലടാ. ആണോ? എടാ എനിക്ക് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ് ചെയ്തേടാ. അനന്യ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ് ചെയ്ത്. അപ്പൊ നിനക്ക് ലൈവ് വരും. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് എടാ. എൻ്റെ അനന്യ എന്ന് പറഞ്ഞ ഒരു മോളുണ്ടേ. അവിടെ കമന്റ് ലൈവിൽ കിട്ടുന്നില്ല. അവൾ എനിക്ക് പേഴ്സണലി ഇപ്പൊ മെസ്സേജ്. അതൊന്ന് തപ്പാവോ? ഒരു മിനിറ്റ്.
അടി 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 മനസ്സിലായോ. അമ്മ എന്നെ മുടി എടുത്തോ എടുത്തോ എടുത്തോ. അമ്മ ചൂടെടുക്കുന്നു കുഞ്ഞി, മുടി അഴിച്ചിടണ്ട. വിട് 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 വിട്. അമ്മ വിട്ടെ വിട്ടെ. മുടിയെ പിടിക്കല അമ്മയുടെ, നമുക്ക് തലവേദന അമ്മ. എടാ അനന്യ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ് ചെയ്യും, അപ്പൊ ശരിയാവും. എനിക്ക് മുടി ചൂടെടുത്തിട്ട് അഴിച്ചിടാൻ ഇഷ്ടമില്ല മോളെ. നോ വേണ്ട വേണ്ട കുഞ്ഞിക്കിളി വേണ്ട കേട്ടോ. അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ. അവിടെ പാവ എടുത്ത് കളിച്ചു. വീട് മോള് വാ. ഇതേ കുഞ്ഞിക്കിളി ഉമ്മ ഉമ്മ പറ. കുഞ്ഞിക്കിളിക്ക് ഉമ്മ പറയുന്നുണ്ട് എല്ലാരും. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ശരിയാകുന്നില്ല, ഞാൻ നോക്കട്ടെ. എന്തോ പറ്റും എനിക്ക് അറിയത്തില്ലടാ, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഷോ പിന്നെ കമന്റ് തരുന്നില്ലേ? 117 പേര് 25 ലൈക്കോ? അപ്പൊ പിന്നെ എന്തോ ഉണ്ട് വിശേഷം? ഇന്ന് ജിനു എവിടെ? ചേട്ടാ ഷൂട്ടിന് വരും, ഇപ്പം വരും. നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കാ ഹോളിബില്ലേ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. സൺഡേ ഒക്കെ എങ്ങനെ? ഞങ്ങൾ സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നമുക്ക് കുറച്ച് ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറി. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കുറച്ച് നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിന് വലിയ ഉപകാരം. നമുക്ക് സൺഡേ ആയാലും കേസ് എടുക്കും. മനസ്സിലായോ? കുഞ്ഞിക്കളുടെ ഇഷ്ടമുള്ള പാട്ട് അതെങ്ങനെയാണ്? അടിയടി പഠിക്കേ അടിയടി. ഇതെങ്ങനെ നോക്കിയ ഗ്രാമച്ചിരി ക്ലിപ്പ് താ. ആടാട് പഠിക്കേ. ഫോൺ പോകും മോനെ. ആടാട് പഠിക്കേ. ആട് ആട്. ഉടുപ്പ് കാണിക്കും. ഉടുപ്പ് ഇരിക്കേ. ഇരിക്കും. മതി മതി. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന പാവ എവിടെ? പാവ സ്പെഷ്യൽ എന്താടി? ഞാൻ ഇന്ന് മീൻ വറുത്തതും മീൻ കറി ചോറും ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടി. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്ന് പറ, എല്ലാരും പറ, വിശേഷങ്ങളൊക്കെ പറ. 120 വരും. എന്നാന്ന് പറ. ഞായറാഴ്ച ആയിട്ട് എനിക്ക് എന്നാന്ന് ചോദിക്കാം. എന്താന്നേ പറ. എനിക്കിതെന്താ വിശേഷം എന്ന് വെച്ചാൽ പൊക്കോ അതെടുത്തിട്ട് വാ. അമ്മ അതെടുത്തിട്ട് വാ. പൊക്കോ. എൻ്റെ മുടി എനിക്ക് ഇഷ്ടമല്ല അഴിച്ചിടാൻ. കുഞ്ഞി മുടി എല്ലാം ദേഹത്തെല്ലാം എടുക്കണം. എനിക്കിന്നത്തെ വിശേഷം, ഞങ്ങൾ കുറച്ച് ഓട്ടത്തിലും തിരക്കിലൊക്കെ ആയിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതിൻ്റെ കുറച്ച് പാവട എടുത്തിട്ട് വാ. അങ്ങനെയൊക്കെ പോയി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. ചേട്ടായിക്ക് പ്രോഗ്രാം എല്ലാവരും കണ്ടോ? പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ കണ്ടോ? സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓടി നടക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്? പിന്നെ വിശേഷമായിട്ടൊന്നുമില്ല. നമ്മുടെ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. 116 പേര് നിൽപ്പുണ്ടെങ്കിൽ 27 ലൈക്കേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി ഇടയ്ക്കൊക്കെ ഇടത്തുള്ളൂ. അത് നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം, അല്ലാത്തപ്പോൾ നമ്മളെല്ലാവരും പറയാം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പകല് ലൈവ് വരാത്തതിന് മെയിൻ കാരണം ഒരു സമയമില്ല. എന്തോ അച്ചു ലൈക്ക് ചെയ്തു. താങ്ക് യു അച്ചു. പിന്നെ എന്തുകൊണ്ട് വേറെ വിശേഷമില്ല? ഇല്ലല്ല. ഇതിനകത്ത് അച്ഛയുടെ ബാഗിലുണ്ടെന്ന് നോക്കി. അച്ഛയുടെ ബാഗിലുണ്ടെന്ന് നോക്കി. രഞ്ജി ചേച്ചി, അയ്യോ കുഞ്ഞുക്കിളി അടങ്ങി. രഞ്ജി ചേച്ചി വന്നോ? കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നോ? ഞാൻ അതുകൊണ്ടാ ശല്യപ്പെടുത്താതിരുന്നു. അടിച്ചു പൊളിക്കട്ടെന്ന് വെച്ച്. സൺഡേ സ്പെഷ്യൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാ, കണ്ടു നോക്കാം. ചേച്ചി ഞാൻ ഇങ്ങനെ വെറുതെ ചെയ്തപ്പോഴേ എല്ലാവരും ഞങ്ങൾ എന്ത് ചെയ്ത് മോനെ അടങ്ങിയിരുന്നേ.
ഞങ്ങൾ എന്ത് ചെയ്യേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ലൈവ് വരാം, എനിക്ക് എല്ലാവരോടും റിപ്ലൈ പറയാൻ വയ്യായിരുന്നു ഈ വാട്സപ്പ്. അപ്പം ലൈവ് വരുവാണ്, ഞാൻ ഉണ്ടല്ലോ. കഴിഞ്ഞോ? നാട്ടിൽ വന്നോ അതോ തമിഴ്നാട്ടിലാണോ? വേറെ എന്താ വിശേഷം? ഒരുപാട് മോനെ അടങ്ങിയിരുന്നേ മോനെ, കുഞ്ഞിക്കിളിമാർക്ക്. വേറെ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ സന്തോഷ വാർത്തയൊക്കെ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ സന്തോഷ വാർത്തകളും പരിപാടികളൊക്കെ ഉണ്ട്. എന്നമ്മ ഒക്കെ ഉണ്ട്. പിന്നെ വരാം പിന്നെ ഞാനും എത്തി. ചേച്ചി കുഞ്ഞി ശ്രീനന്ദ ദേവൻ, ഹായ് നിശാന്ത്, ഹായ് കുഞ്ഞി നിശാന്ത് കേട്ടോ. ഈ കുഞ്ഞിക്കിളി ഭയങ്കര സഹമാണ്. കുഞ്ഞിക്കിളിനെ വേണം നിങ്ങൾ കൊണ്ടുപോകും, കുഞ്ഞിക്കിളിനെ വേണം നിങ്ങൾ കൊണ്ടുപോകും. ആണോ ചേച്ചി? ഞാൻ ലൈവ് വന്ന് എല്ലാവരും, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് പോലും അയക്കാം കേട്ടോ. അപ്പം എല്ലാവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ലൈവ് വരെ. അപ്പം പിന്നെ ഞാൻ ലൈവ് അങ്ങ് വന്നു. എനിക്കാണെങ്കിൽ ഒട്ടും മൂടില്ല. ഇന്ന് ഞായറാഴ്ചയുടെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ചേച്ചി. കുറേ ദിവസം യാത്രയുടെ ക്ഷീണവും ഒരുപാട് ജോലിയുണ്ട്. എനിക്ക് ഇഷ്ടമല്ല ലൈവ് വരാം, പക്ഷെ എന്നിട്ട് ഞാനത് വെറുതെ ഇരിക്കുവാണെന്ന് ഓർത്തു. ഇപ്പം തന്നെ ചേച്ചി ഉണ്ടോ 89-100 പേരുണ്ട് ലൈവിൽ. 29 ലൈക്കാണ് കിട്ടുന്നത്. ലൈക്ക് പുച്ഛിക്കുന്നല്ലോ കേട്ടോ. നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ വായിൽ എന്തോ വീഴുന്നത് കേൾക്കാൻ 100 പേരാ. ഇന്ന് എനിക്ക് കോള് വന്നു, എനിക്ക് ചിരിയും കൂടെ വന്നു. ഇന്ന് 19 കോള് വന്നു. വീണ എത്ര മാസമായി ചോദിച്ചു. ഞാൻ പറഞ്ഞു 3-4 മാസമായി. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അല്ല ഇങ്ങനൊരു ന്യൂസ് കേട്ടില്ല. ഞാൻ പറയാം പിന്നെ സത്യമാണെന്ന് പറഞ്ഞു. കിളിക്കിളി സമ്മതിക്കത്തില്ല. സത്യം ചേച്ചി സമ്മതിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ പ്രോഗ്രാം, എൻ്റെ പൊന്നെ എന്തോ നല്ല പരിപാടിയായിരുന്നു അറിയാം. സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. മണർകാട് പോയപ്പോൾ നല്ല പരിപാടിയായിരുന്നു. കുറേ ആർട്ടിസ്റ്റ് ചേട്ടന്മാരെ കണ്ടു, ചേച്ചിമാരെ കണ്ടു, ഒക്കെ കണ്ടു. നല്ല പരിപാടിയായിരുന്നു. എന്നെ കാണുന്നുണ്ടോ? എൻ്റെ മുഖം അമ്മേ സുഖമുണ്ട. അങ്ങനെയൊക്കെ എന്തിലൊക്കെ ചോദിക്കരുത്. അപ്പം ഞാൻ അതിൻ്റെ ആൻസർ തരാം. കുഞ്ഞിക്കിളി എൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് പോയി, എനിക്ക് മുടി അഴിച്ചിട്ടുണ്ട്. എന്താ പൊളിക്കുന്നത് എന്നാ ചൂട്. മിനി ഷൈജു ഹലോ ഹായ്, എന്നാ ഉണ്ട് വിശേഷം? ഉറവയ്ക്കലല്ലേ? അതെ ഉറവയ്ക്കൽ. TVM വരുമ്പോൾ എനിക്ക് തിരക്കിനെ വീണ. TVM വരുമ്പോൾ ഉറപ്പായിട്ടും നിശാന്തേട്ടനോട് ഞങ്ങൾ പറയുന്നതായിരിക്കും. നിശാന്തേട്ടനോട് പറയുന്നില്ല, അവളോട് ഞാൻ പറയുന്നതായിരിക്കും. നിശാന്തേട്ടൻ ഇത് എവിടെ നിന്നാ കാണുന്നത്? സത്യം പറ നിങ്ങൾ. പിന്നെ എന്താ ജിരിച്ചേട്ടൻ ഇന്നില്ല. ജിരിച്ചേട്ടൻ ഐ ലവ് യു പറയല്ലേ? ജിരിച്ചേട്ടനോട് ഐ ലവ് യു പറയും. ജിരിച്ചേട്ടൻ ഐ ലവ് യുടെ ഐ ലവ് യുടെ ബഹളമാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും. മുദ്രകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഓർത്ത് കേട്ടോ, ഇന്ന് ഞാൻ ഓർത്ത് നമ്മൾ പോയത് കോടതി കേസൊക്കെ ഫയൽ ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് ഹണി റോസിനെ പോലുള്ള ആ സെലിബ്രിറ്റീസിന് മാത്രമേ നീതി കിട്ടുള്ളൂ. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ പ്രിവിലേജാണ്, ഒരേ ഇത് തന്നെ. നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ള പരാതിക്കൊക്കെ അവർ എടുക്കും കേട്ടോ, കോടതി എടുക്കും. അത് ഭയങ്കര ഉപകാരമായി. അത് ഏറ്റവും വലിയ ഉപകാരം എന്നറിയോ? മഴവിൽ മനോരമ അടിയിൽ കൊണ്ട് കമന്റ് ഇടുന്നതാണ് ഏറ്റവും വലിയ ഉപകാരമായത്. അങ്ങനെയൊക്കെ അതൊക്കെ വഴിയെ പറയാം. ജിരിച്ചേട്ടായി മുടിയുടെ രഹസ്യം എന്താ ചേച്ചി? മുടിയുടെ രഹസ്യം ഞാനൊരു ഓയിൽ തേക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് നാളോടെ തേക്കുന്നില്ല. ആ ഓയിലിൻ്റെ ഒരു പരസ്യം ഇട്ടായിരുന്നു. ആ പരസ്യത്തെ ഇതാക്കിക്കൊണ്ട് ഓരോരുത്തരൊക്കെ വീഡിയോ ചെയ്തായിരുന്നു. അവർ കൊണ്ട് കൺസ്യൂമർ ഫെഡിൽ എന്തോ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ കുറേ ലീഗലി കുറേ സമയം എടുക്കുന്ന കേസുകളൊക്കെ. ഇൻസ്റ്റ ഐഡിയോ എന്താണോ ഇൻസ്റ്റ ഐഡിയോ ജിനു ഗോപു ഒഫീഷ്യൽ. ഇരുന്നോ? ജിനു ഗോപു ഒഫീഷ്യൽ ആന്ന് തോന്നുന്നു. ഇരുന്നോ? വീടല്ലേ മോള്, വീടല്ലേ? കഴിച്ചില്ല നിശാ ചേട്ടാ, കഴിക്കണം. ചേട്ടാ ഇപ്പം വന്നിട്ട് കഴിക്കണം. അല്ല, എനിക്ക് വീണ ചേച്ചിയാണ് കൂടുതൽ ഇഷ്ടം. മാതാവ് സത്യം. എന്നോ ഓക്കെ. ക്ഷീണമൊക്കെ മാറി, കുഴപ്പമില്ല. ഹലോ വീണ. ഹലോ സൗമ്യ വിനു. ഹായ് വീണക്കുട്ടി.
ക്രീം ഇല്ലേ ഇത് തേച്ചാൽ മുഖത്തിന് ഇതിൽ കൂടെ എന്താടി അത് തേച്ചാൽ മുഖത്ത് നല്ലതല്ല. എല്ലാ റീൽസും കാണാറുണ്ട്, എല്ലാം കൺസ്യൂമർ നല്ല എല്ലാ റീൽസും കാണുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. കുഞ്ഞി ഇന്ന് വഴക്കാണല്ലേ. ഈ കാണുന്നവരെല്ലാം ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അത്രേ ഉള്ളൂ, ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാവരും. ഷിജി പറയുന്ന കൂട്ട്. ഓ ഇതെന്തോ മോളിത് അമ്മ വരുന്നില്ല. നോ 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 ക്ഷമിക്കണം, അക്ഷരത്തെറ്റുണ്ടെന്ന്. ചുമ്മാ അങ്ങനെ. വീണ പ്രഗ്നന്റ് ആണോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നമ്മുടെ ചെങ്ങന്നൂരുള്ള ചേച്ചിയുണ്ട്. ആ ചേച്ചി അമ്മ വരാലോ. കുഞ്ഞിന്റെ ബട്ടർഫ്ലൈ ഇവിടെ, ബട്ടർഫ്ലൈ എടുത്തിട്ടോ. പാവയെ ചവിട്ടില്ല. നോ പാവം. അയ്യോ മിനി ഷൈജി അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചുമ്മാ പറയാം. വീണ മഴവിൽ മനോരമ അപ്പന്റെ വകയാണ്. ചേച്ചി എന്തോ ഇങ്ങനെ ഇവിടെ ചോട്ടില്ല. മഴവിൽ മനോരമ അപ്പന്റെ വകയായതുകൊണ്ട് കമന്റ് ബാഡ് ഓർ ഗുഡ് അവർ സ്വീകരിക്കും. അവരല്ല സ്വീകരിച്ചത്, കോടതിയാ. നിധി ഹായ് വീണക്കുട്ടി. എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റില്ല, കുറച്ച് ഓട്ടത്തിൽ ഞാൻ അയച്ചോളാം കേട്ടോ. 210 വരും. ഹായ് വീണക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്. 8 മാസം ആയി അല്ലേ? അല്ല പിന്നെ മിനീഷ് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു നിങ്ങൾ ലൈവിൽ വരുന്നുണ്ടോ എന്ന്. ആണോ? എന്താ പ്രത്യേകത? ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ. എന്തുവാടാ അതെ ജിൻബ്രോ എവിടെ പോയി? ജിൻബ്രോ ഇപ്പം വരും പക്ഷെ ലൈവിൽ കാണത്തില്ല ചേട്ടാ. വരുമ്പോൾ ഇപ്പം എന്നായി സമയം? 8 മണി 9 മണിയായി. 10 മണിയാകുമ്പോൾ വരും. ഇപ്പം വരും. ഷിജാവേടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഷോർട്സ് ഒക്കെ. ഞാൻ എല്ലാം കാണും. ഇയാടെ ഇന്നത്തെ പാട്ട് ഞാൻ എൻ്റെ ഉണ്ണിയപ്പത്തിനകത്ത് എടുത്തിട്ട് കണ്ടോ. ദേവനാരായണ ഹായ് വീണ പൊന്ന ഹായ് ഡിയർ. എന്നെ കണ്ട് ബാവ പോയോ? ബാവ എടുത്തിട്ട് വാ. എന്തുകൊണ്ട് പൊന്നാ വിശേഷം? സുഖമായിട്ട്. അയ്യോ ഇന്ന് ചേട്ടാ ഇല്ലാത്തൊരു പൊന്നാവിളി ഇല്ല, അപ്പൊ നിങ്ങളെ അങ്ങ് പൊന്നാന്ന് വിളിക്കാം. എന്താ ചേച്ചി ഇന്ന് സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണണം. എന്താ ചേച്ചി? ലക്ഷ്മി ഹായ് പറയുന്നുണ്ട്. എടാ ഞാനും ബിസി ആടാ. അമ്പിലി രാജു ഹായ് പറയുന്നുണ്ട്. താങ്ക് യു എടാ. ഞാൻ നിന്റെ ഷോർട്സ് എടുത്തിട്ട് ഇന്ന് റീൽസ് ഇടുന്നത്, പാട്ടെടുക്കുന്നത്. വാവ ഇവിടെ ഉണ്ട്. എൻ്റെ പൊന്നെ കുഞ്ഞിക്കിളിനെ കൊണ്ടുവന്ന് ബഹളം. ഡ്രീം ബ്ലോഗ്സ് ഹായ് പറയുന്നുണ്ട്. അമ്പിളി രാജു ഹായ്. ജിൻചേട്ടാ ഹായ്. ജിൻചേട്ടാ ഇല്ലടാ. ഹായ് എന്നെ അറിയാമോ? ഇല്ലടാ പറ. കാണും. ജോസ്ഫിന ഹായ് ചേച്ചി വീഡിയോ കാണാറുണ്ടോ? താങ്ക് യു. ഹായ് പറയുന്നുണ്ട്. ഹായ് കണ്ട കുഞ്ഞിക്കിളി അവിടുന്ന് ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും. ഹായ് കുഞ്ഞിക്കിളി ഒന്ന് കാണിക്കാമോ? കുഞ്ഞിക്കിളി ഒന്ന് കാണിക്കാം. ഫ്രണ്ടി വാ. നോ അവിടെ അല്ലടാ, നേരെ ഓപ്പോസിറ്റ് ഒരു ഫോൺ വെച്ചിട്ട് ഹായ് പറയാം. ഇപ്പുറത്തോ ഇതുവരെ ഇറങ്ങി വാ. നോ എന്റെ ഫോൺ ഇപ്പുറത്തോ ഇറങ്ങി വാടാ കുഞ്ഞാ, ഇറങ്ങി വാ. ഹായ് ചേച്ചി ഇസ്മി ലച്ചു ഹായ്. ഷിജ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കണം. ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ കുഞ്ഞ് പിസ്ത വീഴി തൊലി. എന്റെ പൊന്നെ കുഞ്ഞിക്കിളീനെ കണ്ടവർക്കെല്ലാരും കുഞ്ഞിക്കിളി ഭയങ്കര അലമ്പിയ. കുഞ്ഞിക്കിളി എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ഇങ്ങനെ വെച്ച് അച്ഛൻ ഇങ്ങനെ അടുത്ത കുഞ്ഞിക്കിളിയുടെ മിമിക്രി ഒന്നും കൂടെ എങ്ങനെ അച്ഛൻ കാണിക്കണേ? അന്ന ട്രെയിനിന്റെ സൗണ്ട് കാണിക്ക്. എങ്ങനെ അച്ഛൻ പഠിപ്പിച്ചേ? എന്നാ പൊക്കോ ബായ്. ബായ് പൊക്കോ, എവിടെയെങ്കിലും പോ. ഇസ്മി ലച്ചു ഹായ് ചേച്ചി. മതിയായല്ലോ കുഞ്ഞിക്കിളിനെ കണ്ട്. ഹായ് പറഞ്ഞത് ഷീജാമേട് ഹായ് പറഞ്ഞത്. ഞാൻ ബിന്ദു ആണ്. ബിന്ദു ഏത് ബിന്ദു ആടാ? ഹായ് കുഞ്ഞിക്കിളി. നോ കുഞ്ഞിക്കിളി. അവിടെ നിന്ന് കായ് വെച്ചു. ആടാട് പഠിക്കേ കുഞ്ഞി അച്ഛയെ പോലുണ്ട്. അതെ ചക്കര പഞ്ചാര കുഞ്ഞിക്കിളി. ലവ് യുടെ പൊന്ന. പൊന്നെ ഇതാക്കി വെക്കേ, സൂം ചെയ്യല്ലേ. നോ ഹായ് പറ. ആടാട് പഠിക്കാം. ആടാട് ഒന്ന് പഠിക്കാം. നമ്മുടെ ഫോൺ കയ്യിലിടാ.
സ്റ്റക്കാവുന്നു മോനെ. ഏയ് ഇത് പിടിക്കും, നിന്റെ ഫോൺ പിടിക്കും, ഇത് പിടിച്ചോ. കുഞ്ഞിക്കുള്ള ഒരു പൊട്ട ഫോണുണ്ടേ, അത് കാണത്തൊന്നുമില്ല, ചുമ്മാ എടുത്ത് കൊടുക്കാം. ആയി. ഹലോ ഗായ്സ്, അങ്ങനെ പറ. ഓ മോളെ, അമ്മയുടെ ഫോൺ കണ്ടു. ഇപ്പം മനസ്സിലായോ കുഞ്ഞിക്കിളി ഉള്ളപ്പോൾ എനിക്ക് ലൈവ് വരാൻ പറ്റത്തില്ലെന്ന്? ഈ വിളിക്കുന്നവരൊക്കെ അത് മനസ്സിലാക്കണം. കുഞ്ഞിക്കിളി ഭയങ്കര വഴക്കാളിയാണ്. എന്നവാ കുഞ്ഞി മതി, കൈ മാറ്റി മോളെ. ഇത് കൊണ്ട് കളിക്കുന്നേ. അയ്യോ 444 വരും, 47 വരും. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അയ്യോ, നിക്ക്. എടി കുഞ്ഞി, ഇതെടുത്ത് കളിക്കും മോളെ. എന്നാ മോൾ അറിയാതെ വീഡിയോ എടുക്കണം, എങ്കിലേ ശരിയാവും. അതേ ഉള്ളൂ, കറക്റ്റ് ശരി ചേച്ചി. ആദ്യം കുഞ്ഞി എടുക്കുന്നുണ്ട്. ഹലോ ചേച്ചി, തക്കുടു ചേട്ടൻ എവിടെ? തക്കുടു ചേട്ടൻ കുഞ്ഞിക്കിളി ഇവിടെ ഉണ്ടടാ. കുഞ്ഞിക്കിളിയുടെ ബഹളം നീ കേൾക്കുന്നുണ്ടല്ലോ. ചേട്ടൻ ഇപ്പം വരും. വീണ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നത് അറിയാതെ ഇല്ല, പകലും രാത്രി നോക്കാണല്ലോ. എന്നാൽ ഇനി നിങ്ങൾ നേരിൽ കാണും. മലപ്പുറത്ത് മലപ്പുറം. ഞാൻ കണ്ണൂർ വരുന്നുണ്ട് അടുത്ത ദിവസം. മലപ്പുറത്ത് ഞാൻ പറയണം. ഞാൻ എന്തായാലും നിനക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നേച്ചർ ലവ് സിന്ധു എവിടെ വെച്ചാടാ? ക്ലൂ താ മതി. ചേച്ചിക്ക് നല്ല ക്ഷമയുണ്ട്. അതെ, ക്ഷമയുണ്ട്. ഹായ്, ഒരു ഹായ് തരാം. ഹായ് ഇതാ ഫാത്തിമ. ഹായ് കൃഷ്ണേന്ദു. നിങ്ങൾ എവിടെയാ സ്ഥലം? ഞങ്ങൾ എറണാകുളം. സുഖമാണ്. ഒരാൾ കറ്റാനം. അത് വേറെ. ഇപ്പൊ എനിക്ക് മനസ്സിലായേ. ഞാൻ വിളിക്കാം കേട്ടോ. എന്റെ നാടാ എന്നത് വിളിക്കണേ. നാളെ വിളിക്കണേ. പകൽ ഒരു ഉച്ചയ്ക്കാകുമ്പോ വിളിക്കണം കേട്ടോ. ഞാൻ മറന്നുപോയി. സോറി, സത്യം സോറി കേട്ടോ. എനിക്ക് പിന്നെ വിളിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചല്ലേ ഒരു ദിവസം. എന്നെ ഇടയിൽ വിളിക്കണേ. ഞാൻ മറന്നുപോയി. ഞാൻ സേവ് ചെയ്ത് എങ്ങനെയാന്ന് മറന്നുപോയി. മനസ്സിലായി. ടി വി എന്നാ വരുന്നത്? ടി വി വരുന്നുണ്ട്, ഉടനെ തന്നെ വരും. യെസ്, ഹായ് പറയുന്നത് നേച്ചർ. ഓക്കേടാ, എനിക്ക് മനസ്സിലായി. ഹായ് ഫ്രണ്ട്, നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഹലോ, വീഡിയോ കാണാറുണ്ട്. സലിബിലു ബ്ലോഗ്സ് ആണോ? ഹായ്, വീഡിയോ താങ്ക് യു. ജിനു ചേട്ടൻ എവിടെ? ജിനു ചേട്ടൻ പരിപാടി പ്രോഗ്രാം. ഇതിന് എന്താ പേര്? ഷൂട്ടിന് പോയപ്പോൾ വരും. വരുമ്പോൾ പറയാം. ഞാൻ തൊടുപുഴ വരുന്നുണ്ട്. ഞാൻ തൊടുപുഴ ഉടനെ വരുന്നുണ്ട്. എന്നോട് ഞാൻ അമ്മേ ഇതാ തൊടുപുഴയ്ക്ക് വരുന്നുണ്ട്. ഞാൻ പറയാടാ, അടുത്ത ദിവസം ഉണ്ട്. ഞാൻ പറയാം. നിങ്ങൾ എവിടെയാ സ്ഥലം? ഹായ് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹായ്, എവിടാണ് പ്ലേസ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. 300. ഓക്കെ. അതാണോ 200 സംതിങ് 48 ലൈക്ക് ഉള്ളു എനിക്ക് കേട്ടോ. ഓ, എവിടാന്നാ? ജിനു എവിടെ? ചേച്ചി തൊടുപുഴ പടയണിക്ക് വരുന്നുണ്ടോ? അപ്പം എടുത്തിട്ടോ, ഫ്രണ്ട് ഇരിപ്പുണ്ട്, എടുത്തിട്ടോ. പടയണിക്ക് വരുന്നുണ്ടോ? മോനെ, പടയണിക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ. അല്ല വേണ്ട, ഞാൻ അമ്മയോട് ചോദിക്കാടാ മോനെ. ഞാൻ പടയണിക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചേട്ടായിനെയും കൂടി പറഞ്ഞു. പടയണി കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമോ ചേട്ടായിക്ക്. ഞാൻ എന്താ കണ്ടി മോനെ വിശേഷം? നീ എവിടാ? സുഖമായിട്ടിരിക്കുന്നോ? അവൻ എന്ത് വർക്കിന് പോയോ? കുഞ്ഞിക്കിളി ബഹളം വേണ്ട മോനെ എനിക്ക് തന്നെ. പിന്നെ എല്ലാവരോടും ഒരു ഇൻഫർമേഷൻ. ജിനു കോട്ടയം ഒഫീഷ്യൽ എന്നാണെങ്കിലും ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. ഞാനാണ് എപ്പോഴും ഇനി ലൈവൊക്കെ വരാമോ. ജിനു കോട്ടയത്തിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ജിനു കോട്ടയത്ത് വർക്കും ഒക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പം ജിനു കോട്ടയത്തിനെ നോക്കിയിരുന്നാൽ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനായിരിക്കും ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് ജിനു കോട്ടയത്തിൻ്റെ പേരിൽ തന്നെ. എന്നതാടി കുഞ്ഞി? മറ്റേ എന്തി? അയ്യോ, എനിക്ക് മോൻ എനിക്ക് ഒരു വായിക്കണം. പടയണിക്ക് വരുന്നുണ്ടടാ. I am from ഹായ് പറയാമോ? ലിവിങ് ഷോർണി. വീണേക്കാണ് നല്ല ഭംഗിയാണ്. സൗമ്യൻ അങ്ങനൊന്നും ഇല്ലടാ, എല്ലാവർക്കും ഭംഗിയുണ്ട്. ചേച്ചി മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഫോൺ മാറ്റിയില്ലെങ്കിൽ ഞാൻ ലൈവിൽ വിളിക്കായിരുന്നു. ഒരു മിനിറ്റ്.
എന്ത് ചെയ്യാൻ എന്നിട്ട് അമ്മയുടെ ചെരുപ്പിട്ടോ, അമ്മയുടെ ചെരുപ്പിട്ടോ ഒരു അന്നാ ഇതിന് ഒത്തിരി എവിടെ പിന്നെ അമ്മക്ക് അറിയത്തില്ല. എടുത്തിട്ട് വാ, എടുത്തിട്ട് അവിടെ ഉണ്ട് ഫ്രണ്ടിൽ. കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്നെ വിളിച്ചായിരുന്നു കുറച്ചു മുമ്പേ. ഹായ് പറഞ്ഞു ഗൗഷ്യ. കുഞ്ഞുങ്ങൾക്ക് പാവമാർക്ക് എക്സാം, ക്രിസ്മസ് എക്സാം, ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് എന്തോ അപ്പൊ പരീക്ഷയാണ്. പിന്നെ ക്ലൈമറ്റിന്റെ എടുത്തിട്ട് വാ ചെരുപ്പ് മോനെ, മോന്റെ ചെരുപ്പ് എടുത്തിട്ട് വാ, മോന്റെ ചെരുപ്പ് എടുത്തിട്ട് വാ. ഏയ് നോ. എടാ ഈ കമന്റ് ഹൈഡ് ആക്കുന്ന ഒരു ഉപകാരം എനിക്ക് ചെയ്യണം കേട്ടോ. 49 ലൈക്കും 466 പേര് ലൈവിലും. എനിക്ക് ഈ ഹൈഡ് ചെയ്തതിനിപ്പുറം എനിക്ക് കമന്റുകൾ വൾഗറായിട്ടുള്ള എല്ലാ കമന്റും, ഇന്ന് എന്നോട് SP പറഞ്ഞൊരു ഡയലോഗാണ്, നിങ്ങൾക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് കമന്റുകളും സ്ക്രീൻഷോട്ട് എടുക്കുക. കാരണം അതിന് നമുക്ക് ആവശ്യമുണ്ട്. ഡിഫർമേഷൻ കിട്ടും. ഇട് മോളെ, ഇതെടുത്തിട്ട് വായി ചെരുപ്പ്. എന്ത് ഞാൻ കണ്ടില്ല മോളെ, അതിട്ടോ, നീ ഇട്ടോ ചെരുപ്പ്. എനിക്ക് ചെരുപ്പ് വേണ്ട, ഞാൻ ഇങ്ങ് പോകുന്നില്ലല്ലോ. ഗൗരി ഹക്കീം ഹായ് പറയുന്നുണ്ട്. നീതുപ്പിള്ള ഹായ് നീതു, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മിൻഹാജ് സജി ഹലോ പറയുന്നുണ്ട്. നീതു പ്രകാശ് ചേച്ചി സുഖമാണ്. കുഞ്ഞിക്കുളി ബഹളമാണല്ലോ. കുഞ്ഞിക്കുളി ഇങ്ങനെ ഭയങ്കര ബഹളം. അമ്മേ അമ്മേ അമ്മേ, അച്ഛ ചേട്ടായി ഉണ്ടെങ്കിൽ അച്ഛ അച്ഛ അച്ഛന്ന് പറഞ്ഞിരിക്കും. എന്നോടാണ് അമ്മേ അമ്മേന്ന് പറയും. ഭയങ്കര ബഹളമാവും കുഞ്ഞിക്കുളി വന്ന വളരെ തോറും. സുന്ദരിക്കുട്ടി അല്ലേ ഞങ്ങളുടെ വീണ. പോടാ അങ്ങോട്ട് സൂക്ഷിക്കാൻ. രഞ്ജു തോമസ് ഹായ് പറഞ്ഞിട്ട്. സഞ്ജു ആറ് ഹായ്. എന്നാ ചേച്ചി ചെങ്ങന്നൂർ ഉള്ള പടയണിയാണ്. എടാ ഞങ്ങളുടെ നാട്ടില് പടയണി ഉണ്ട് കേട്ടോ, ഇലന്തൂർ. എന്നാ കുഞ്ഞി അപ്പ എടുത്തിട്ട് വാ മോന്റെ. അപ്പ എവിടാ? അപ്പൊ എടുത്തിട്ട് വാ. എന്നെ ഈ തലവേദന എടുക്കുന്നു എനിക്ക്. അയ്യോ എല്ലാവരും കുറെ പേര് ലൈവ് നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നുണ്ട്. സഞ്ജു എന്നാ ചേച്ചി ഞാൻ എടാ ഞങ്ങളുടെ നാട്ടില് എടാ ആദ്യം എഴുതിയിട്ട് നമ്മുടെ നാട്ടിലെ പടയണിയെ കുറിച്ച്. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര പ്രശസ്തമായൊരു പടയണി അമ്പലമുണ്ട്. ഇന്ന് തിരുവാഭരണം വരുവാ. എന്നോട് അമ്മ പറഞ്ഞായിരുന്നു, അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞു. അതിരാ സുഖം ചേച്ചി, ഇന്ന് തിരുവാഭരണം കൊണ്ടുപോയാൽ ഞങ്ങൾ കുളനടയിൽ പോയിരുന്നു. ആണോ? കുളനടയ്ക്ക് പോയോ? അന്തം ഫുൾ ഫോം ആണല്ലോ എന്ന് പറയാം. ആസാദ് ഹായ്. ബിൻ KM ബിൻ ഹായ് പറയുന്നുണ്ട്. സെറ്റ് വഴഞ്ചേരി ഫ്ലവർ ഷോ തുടങ്ങി വരുന്നുണ്ടോ? ആണോ? അയ്യോ നീ അത് പറ. ഈ കുഞ്ഞോസ് ഇപ്പൊ എന്നെ ഇവിടെ വരും. വീണാമ്മ വാ എന്ന് പറഞ്ഞിപ്പോ വിളിക്കും. ഒന്നാമത് എക്സാം അവർക്ക്. ശ്രീനന്ദ ചേച്ചി എറണാകുളം എവിടെ? നേരിൽ കാണാൻ എന്താ വഴി? ശ്രീനന്ദ ദേവനന്ദ എറണാകുളം. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഒന്ന് വിളിച്ചാൽ. ഇൻസ്റ്റഗ്രാമിൽ ജിനു ഗോപി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, അല്ലെങ്കിൽ ജിനു ഗോപു എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ID ഉണ്ട്. അതിനകത്ത് എനിക്കൊരു പേഴ്സണൽ. ഒരു മിനിറ്റ്, ഞാൻ ഈ കുഞ്ഞിക്കിളിക്ക് എന്താണെന്ന് വെച്ചോട്ടെ. എന്താ പറ, ഒരു മിനിറ്റേ. പറ എന്താ നിങ്ങൾക്ക് കാണണോ? പറ കുഞ്ഞിക്കിളിക്ക് എന്താ വേണ്ടേ? പറ എന്താ വേണ്ടത്? കുഞ്ഞിക്കിളി എങ്ങനെ എങ്ങനെ എങ്ങനെയാ വെക്കുന്നത്? അച്ഛൻ എങ്ങനെ പറഞ്ഞേ? ഷടം. എങ്ങനെ? ട്രെയിൻ എങ്ങനെ? ട്രെയിൻ എങ്ങനെ? ബൗബോ എങ്ങനെ? അച്ഛയുടെ മുഖം എങ്ങനെ? അച്ഛയുടെ മുഖം എങ്ങനെ? അച്ഛയുടെ മുഖം എങ്ങനെയാടാ? വീണാമ്മയുടെ മുഖം എങ്ങനെ? നമ്മൾ ഡാൻസ് കളിച്ചില്ല കഴിഞ്ഞ ദിവസം? ഇല്ല. പത്രമുള്ളൂ. അങ്ങനെ ഐ ആം റിസാന ഹായ്. റിച്ചു ഹായ്. റിസാന ഹായ്. കുഞ്ഞി എന്റെ ദൈവമേ തലവേദന എടുക്കും. അമ്മേ എന്റെ അമ്മേ. ലൈവ് വരുമ്പോ എന്നെ ആരെങ്കിലും എന്റെ ഫ്രണ്ട്സ് എന്നെ ഫോൺ വിളിക്കുമ്പോ
എന്നെ ആരെങ്കിലും ഫ്രണ്ട്സ് ഫോൺ വിളിക്കുമ്പോൾ ലൈവ് വരുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അമ്മ 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 ചേട്ടാ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛ 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 അച്ഛ. കുഞ്ഞൂസോ കുഞ്ഞുണ്ണിയെ വല്ല ഫോൺ വിളിക്കുവാണെങ്കിൽ കുഞ്ഞൂസോ കുഞ്ഞുണ്ണിയെ വല്ല ഫോൺ വിളിക്കുവാണെങ്കിൽ ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് തന്നെ പരിപാടി. ഇപ്പം അറിവാകുന്നോറും 2 വയസ്സാവുക ഈ മാസം. 2 വയസ്സാവുമ്പോ എന്നെ അമ്മേ അപ്പ എടുത്തിട്ട് വാ. അപ്പ എന്തിയെ മോന്റെ ചെരുപ്പ് എന്തിനാ അവള് ചോദിക്കുന്നത്? ലൈവ് ആടി, ബഹളം വെക്കാടി. മോന്റെ പാവ എടുത്ത് അവരെ കാണിച്ചോ, പാവയെ കാണിച്ചോ, ഡോളിനെ. കുഞ്ഞേന്ന് പറയും നിശാന്തര. കൊച്ചവളുടെ കുഞ്ഞു പടയണിക്ക് ആണോ? ആഹാ, ഭയങ്കര ഭാഗ്യമായല്ലോ. അത് ഞാൻ ഏറ്റു. രഘുചേട്ടാ, രഘുജി ബ്രോ, നമസ്കാരം ബ്രോ. നമസ്കാരം. സോന എന്നതാണ് കുഞ്ഞേ? ചുമ്മാ നടക്കുക, ചുമ്മാ. എന്റെ ദൈവമേ, എനിക്ക് ക്ഷമയ്ക്കുള്ള നോബൽസപ്പാണ്. 2 അവന്മാരെ ഞാൻ വളർത്തി, 2 അവന്മാരെ, എന്റെ കുഞ്ഞുണ്ണിയും കുഞ്ഞൂസും. ഇതുപോലെ ഒരെണ്ണം ഇവള് മാത്രമേ ഉള്ളൂ. ചേട്ടാ ദൈവമേ, സുഖമാണോ? മജിഷ്യൻ സുരേഷ് ബാബു സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. രഘു വീണ ലവ് യു എന്ന് പറയുന്നത് ഇലന്തൂർ പടയണി, അത് തന്നെ. അനിൽകുമാർ ഹായ് ഡിയർ. ഹായ്. കുഞ്ഞിക്കിളിക്ക് എത്ര വയസ്സായി? 4 വയസ്സോ? എന്റെ കുഞ്ഞിക്കിളിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ ഈ മാസം. 1 മിനിറ്റ്. കുഞ്ഞിക്കിളിക്ക് എന്താണെന്നൊന്ന് ഞാൻ പോയില്ല, ഇപ്പൊ വരാം. ചുമ്മാ ഒന്ന് പറയോ കുഞ്ഞി, പോ കുഞ്ഞി. അപ്പം വീണ മോളുന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. മോളുന്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ല, ഞാൻ പറയാം, അത് കഴിഞ്ഞില്ല. കുഞ്ഞിക്കിളി എത്ര വയസ്സായി? 2 വയസ്സ്. ഹായ് പറയുന്നുണ്ട് സോബിന ജോൺ. ഹായ്. വീണ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. വീണ ഇൻസ്റ്റ ഐഡിയിൽ എനിക്കൊരു ഹായ് തരാമോ? മെസ്സേജ് അയച്ചോ? മെസ്സേജ് അയക്കടാ. ശ്രീനന്ദ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞ നീതിപ്പുള്ള 19 കഴിയും. ഇന്നെത്ര ഡേറ്റ് നോക്കട്ടെ, ഞാൻ വരാൻ പറ്റും. ഞാൻ വരുമ്പോൾ വിളിക്കാം, പക്ഷെ വരണം കേട്ടോ. 19 കഴിയും. രഞ്ജേച്ചി എന്തുവാ ഡിലീറ്റ് ചെയ്തേ? കുഞ്ഞിക്കിളി എന്താ വേണ്ടേ പറയൂ. എനിക്കിതൊന്നും വേണ്ട കുഞ്ഞി, എനിക്കിതൊന്നും വേണ്ട. നീ കഴിച്ചോ? പോ, എനിക്ക് വേണ്ട. കഴിക്കാൻ കൊടുക്ക്. എടി കഴിക്കാനൊന്നും അല്ലടി, ചുമ്മാതാടി, ചുമ്മാതെ. ജസീന നിസാറിന് ദേഷ്യം വരാൻ വേണ്ടി ഇവിടെ എന്താ പറഞ്ഞത്? ജസീന നിസാർ ഇപ്പൊ എടുത്തു കുടിച്ചോ, ഇച്ചിരി എടുത്തു കുടിച്ചു. ചുമ്മാ കിടന്ന് നാനാ ടൂനാ വെച്ചോണ്ടിരിക്കുക. പോണേ ജസീന എടുത്തോ, തോണ്ടേ എടുത്തിട്ട് വാ. ഫോട്ടോ വീണക്കുട്ടി പിള്ളേരല്ലേ ചേച്ചി, ചെരുപ്പെടുത്ത് കൊടുത്തിട്ട് വാ, അല്ലെ ലൈവ് ഒരു നടക്ക് പോയില്ല. പിള്ളേർക്ക് അവരെ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്ന ആഗ്രഹമാണ്. അത് തന്നെ. എൻ്റെ പേര് ഷെബിൻ ജമാൽ എന്ന്. എൻ്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടാമോ ചേച്ചി? ഞാൻ പാട്ട് പാടാലോ. പേര് ഹായ് പറയുന്നുണ്ട്. ഞാൻ നമ്പർ അയച്ചിട്ട് വിളിച്ചു. എടാ ഞാൻ വിളിക്കാം, നീ കണ്ടില്ലേ ഇപ്പൊ ലൈവിൽ തന്നെ, നീ കണ്ടോ? ഒട്ടും സമ്മതിക്കും. എന്നെ വിളിക്കുന്നവർക്കും എന്നോട് സംസാരിക്കുന്ന എല്ലാവർക്കും അറിയാം, കുഞ്ഞിക്കിളി ഒരു രക്ഷയില്ല. ഞാൻ അതുകൊണ്ട് ആരെയും കഴിവതും ഞാൻ വിളിക്കാറേ ഇല്ല. ചേട്ടായി ഉള്ളപ്പോൾ മാത്രമേ ഞാൻ
എന്നെ അല്ല വിളിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അതൊക്കെ എന്നെ വിളിക്കുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ സംസാരിക്കാം. അല്ല ഇവള് ഉറങ്ങുന്ന സമയത്ത് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ വിളിക്കും, അല്ലാതെ ഞാൻ വിളിക്കാറേ ഇല്ല. മനുച്ചേട്ടാ ഹായ്. ഹലോ മനുച്ചേട്ടാ നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ എന്താ എന്നെ കാണാൻ വരാൻ? കുഞ്ഞിയുടെ ഒരു കാര്യം. നസീഹ ഹായ് ചേച്ചി. ഹായ് പറഞ്ഞു ചേച്ചി ഒരു പാട്ട്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. നീതു മോളുടെ പിറന്നാളിനെ വിളിക്കണേ സബ് എല്ലാവരും. പിന്നെ തീർച്ചയായിട്ടും മോളുടെ ബർത്ത്ഡേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കഴിവതും ഞാൻ വിളിക്കാം കേട്ടോ. എല്ലാവരും വരണേ. നമ്മളൊന്നും ആരില്ലാത്തവരാ. അപ്പം ആരില്ലാത്തവർക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ് കുഞ്ഞിക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കട്ടെ. എന്റെ പൊന്ന് ശിവനെ നിന്നെ ഞാൻ നമിച്ച് എന്ന് പറഞ്ഞേ. എന്റെ പൊന്ന് ശിവനെ, എന്റെ പൊന്ന് ശിവനെ നിന്നെ ഞാൻ നമിച്ച് പൊന്ന് ശിവനെ നിന്നെ നമിച്ച്. എങ്ങനെ അമ്മ പറഞ്ഞേ? എന്റെ പൊന്ന് ശിവനെ. എങ്ങനെ കേട്ടോ? എന്റെ ശിവനെ, എന്റെ പൊന്ന് കിളി സുചിത്രേ, നീ എവിടെ ആയിരുന്നു? നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കമന്റ് ഇടുന്നുണ്ടോ? ഞാൻ ലൈക്ക് ചെയ്തായിരുന്നല്ലോ. എനിക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ടോ? കമന്റ് ഇട്ടിട്ടാലും നീ ഒന്ന് വിചാരിക്കട്ടെ. ഞാൻ കമന്റ് ഇടും സമയം എടുക്കുമ്പോ. കുഞ്ഞിക്കിളിക്ക് എന്ത് ലൈവ്? അതെ പ്രിൻസി ചേച്ചി, എനിക്ക് ഇൻസ്റ്റ ഇല്ല, പക്ഷെ ഇപ്പോ എടുക്കാം. സന്തോഷം. എന്റെ പൊന്ന് ശിവനെ ഞാൻ നമിച്ച്. അത്രേ ഉള്ളൂ. റീന എന്നൊരു കൂട്ടുകാരി ഇങ്ങനെയൊക്കെ ഉണ്ടോ? റീന എന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. ഇപ്പൊ ഇല്ല. എനിക്ക് റീന എന്നൊരു ഫ്രണ്ട് ഉണ്ട്. എന്റെ പൊന്നെ, എന്റെ എത്ര കൂട്ടുകാരുണ്ട്. കിളിക്കിളി അൻസ ബഷീർ ഹായ് പറഞ്ഞുകൊണ്ട്. എന്നാ മിനി അങ്ങനെ ഇപ്പൊ ചോദിച്ചേ? റീനക്ക് തെറിവിളി കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് സുഖമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ചേട്ടനും എന്റെ കൂടെ ഉണ്ട്. ആണോ? ഞാൻ നിന്നെ വിളിക്കാം, പറയണേ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണേ. എല്ലാവരും ലൈക്ക് അടിക്കൂ. ഇതേതാ? കരിക്കട്ടേന്നോ? ഇതിപ്പോ കരിക്കട്ടയായിട്ട് പേര് പോലും ഇല്ല. എന്നിട്ടാണോ ഇങ്ങനെ വന്നിരുന്നത്? ഇതൊക്കെ ഹൈഡ് ചെയ്യേണ്ടത്. എനിക്കത് ആവശ്യമുണ്ട്. നീ അത് ഹൈഡ് ഒന്നും ഹൈഡ് ചെയ്യണ്ട. എനിക്ക് എൻ്റെ ഇത് തരണം കേട്ടോ, സ്ക്രീൻഷോട്ട്. അൻസ ഹലോ. ഞാൻ സങ്കടപ്പെടുന്നപ്പോഴേ കുഞ്ഞിപ്പിളെ കണ്ടത്. നീ എന്തൊരു സങ്കടപ്പെടുക? ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. നിന്നെ സങ്കടപ്പെടുന്ന അല്ല ശരിയാവോടി. ഞാനൊക്കെ കണ്ടത് ധീരവനിതയാണ്. അയൺ ലേഡിയാ. അയൺ ലേഡി ഒന്നുമല്ലേ, ധീരവനിത. നീ അങ്ങനെ സാർ അതൊക്കെ മാറുപടി. ഞാൻ വിളിക്കാം. നീ സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നിന്റെ എല്ലാം കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ഇടാൻ എനിക്കും ഇച്ചിരി പ്രശ്നമല്ല കേട്ടോ. ഞാൻ കുറച്ച് ഓട്ടത്തിലായതുകൊണ്ടാണ് എനിക്കിടാൻ പറ്റാത്ത. ഒന്ന് വിചാരിക്കും. ബർത്ത്ഡേ ഫസ്റ്റ് മീറ്റിംഗ് എൻ്റെ ചേട്ടനെയും ചേച്ചിയും. ഫസ്റ്റ് നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ കുരുത്തക്കേടുള്ള മക്കൾ വളർന്നു വരുമ്പോൾ പാവമായിരിക്കും. എൻ്റെ മോൻ ഇതുപോലെ ആയിരുന്നു. ആണോ? കാണാമല്ലോ അല്ലേ? കാണാം തീർച്ചയായിട്ടും. ഹായ് സോളി, ഞാൻ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഞാൻ നാളെ വിളിക്കാം. നമ്മുടെ കിളിക്കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തോ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. ഞാൻ മെസ്സേജ് കുറച്ച് ദിവസമായി അയച്ചിട്ട്. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കൊന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ടെൻഷൻ അടിക്കണേ. രഞ്ജിച്ച് കരിക്കിട്ട പണ്ട് പിടിച്ചേ. ഹായ് 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 ഇത് ഹായ് ഹായ് ഹായ്. കരിക്കട്ടയ്ക്കൊക്കെ ഇതിലും കളറില്ലേ? നിങ്ങൾ എന്താ പറയുന്നേ? കരിക്കട്ടയ്ക്ക് ഇതിലും കളറൊക്കെ ഉണ്ട്. കരിക്കട്ടയായാലും എന്താ ചേച്ചി? 3 Kings ചേച്ചി, എൻ്റെ പുതിയ അക്കൗണ്ടാണ്, ഒന്ന് സബ് ചെയ്യാൻ പറ. 3 Kingsനെ സബ് ചെയ്യെല്ലാരും. ലിവിങ് ദ നേച്ചർ ഹായ് പറയാമോ? ഹായ് ലിവിങ് നേച്ചർ സിന്ധു. ഒരാളെ ലൈവ് എന്ന് പറഞ്ഞ പേര് വെളിപ്പെടുത്തില്ല. ആണോ? റീന ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞേ. 5-6 വർഷം. 2 വയസ്സായി. എന്നമ്മ ഒരു മിനിറ്റ്. ഇച്ചിരി നാനെ കൊണ്ട്. നാനാന്ന് വെച്ചാൽ വെള്ളം അവള് ചോദിക്കുന്നത്. നാനാന്ന്. എന്റെ ശിവനെ, എന്റെ പൊന്ന് ശിവനെ, എന്റെ ശിവനെ. എങ്ങനെ ശിവനെ എന്ന് പറഞ്ഞേ? എന്റെ സ്റ്റാൻഡ് പോയപ്പോ സമാധാനമായിരുന്നു.
നിന്റെ അച്ഛൻ ഇപ്പം വരും, നിനക്കിട്ട് കിട്ടും, നീ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ബാബാ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിക്കണോടാ. പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഉറക്കത്ത് വന്നിട്ടുണ്ട്. അതിട്ട വാർട്ടിലിറ്റി ആയിട്ട് എടുക്കാൻ നോക്കണേ ഇവിടെ. ഇല്ല എനിക്ക് ഞാൻ എടുക്കും. ഞാൻ കാരണം ഇന്ന് ഞാൻ അത് മെനക്കെട്ടതാ. സൺഡേ ആയിട്ട് ഞാൻ ഇവിടുന്ന് കോട്ടയം വരെ പോകണമെങ്കിൽ അത്രയ്ക്ക് ഞാൻ മെനക്കെട്ട് തന്നെ ഇരിക്കുന്നത്. മെനക്കെട്ടല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് ഞാൻ പറയാമേ, ഒരു മിനിറ്റ് ഒരു കാര്യം പറയാം. നശിപ്പിച്ചല്ലോ നീ. ബാ അതെ, ഞാൻ മെനക്കെട്ടിട്ടേ ഇരിക്കത്തുള്ളൂ. കാരണം നമ്മളിത് എൻ്റെ പൊട്ടൊക്കെ പോയോ കുഞ്ഞിക്കിളി? ഞാൻ ലൈവ് ഇരിക്കും, നീ കടന്ന് അമ്മയെ വിളിക്കല്ലേ. എൻ്റെ പൊട്ടൊക്കെ പോയി, എൻ്റെ പൊട്ട് മുഴുവൻ അവള് കളയുന്നു. എന്ത് പാടി ഇത് വേണ്ട, ഇത് പോയി മോളെ. നീ അവിടെ പോയി കളിക്ക്. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കണം. ചേച്ചി വരുമ്പോ, ചേച്ചി കേട്ടായി വരുമ്പോ കഴിക്കും. വീണ നെഗറ്റീവ് കമന്റ്. കറുപ്പിനെ കളിയാക്കലുണ്ട്. കറുപ്പിനെ കളിയാക്കുന്നില്ല. മാർക്ക് ഒരു സൂത്രം തരാം. മാർക്കേ, മുട്ടായി മുഴുവൻ കഴിച്ച് എന്നിട്ട് കിടന്ന് ബഹളം വെക്കുന്നു പെങ്കൊച്ച് വന്നു ഭയങ്കര അഹങ്കാരിയാ. ഒരു മിനിറ്റേ. ഒട്ടകം കുഞ്ഞിപ്പിള്ളൊരു പുതിയ ഭാഷ പഠിച്ചോ. ഒട്ടകം. കുഞ്ഞി ആനേന്ന് വിളിച്ച എന്ന് പറഞ്ഞ അടുത്ത കേസ് എന്റെ പൊന്നെ. കുഞ്ഞിക്കിളിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. ജിനു അവിടെ ചേട്ടാ വന്നേ വരുന്നതേ ഉള്ളൂ. ചേട്ടാ ഷൂട്ട് കഴിഞ്ഞിപ്പം വരും. കിളിക്കൂടെ എന്നാ ചേച്ചി സങ്കടം? അറിയത്തില്ല, ഞാൻ നാളെ പറയാം, അവിടെ ചോദിച്ചിട്ടൊക്കെ പറയാം. കുഞ്ഞുങ്ങൾ അവരെ ശ്രദ്ധിക്കണേ, വേണ്ടി കാണിക്കുന്ന ഇതൊക്കെ. അത് തന്നെ. ഞാനിപ്പോൾ ആരും ലൈവിലൊന്നും പോകണില്ല. വീണ കുഞ്ഞിക്കിളിയുടെ കണ്ട് ഇങ്ങനെ കയറി കമന്റ് ഇട്ടതാ. ആണോ? നീ എനിക്ക് പേഴ്സണൽ ഒരു മെസ്സേജ് ചെയ്യണേ. എന്നാ നീ 418 പേരോ? ഞാൻ ഇതെന്നും ഇവിടെ പറയുന്നത്. കുഞ്ഞിക്ക് ഞാനാ കൊടുക്കു. വീണ കൊടുത്തു ഞാനാ കൊടുത്തു. ഇപ്പം വേണ്ടേ ഓറഞ്ച്. എൻ്റെ കമന്റ് വായിക്കട്ടെ ഞാൻ. ഹൗ ആർ യു അപർണ പി? ഐ എം ഫൈൻ. കുഞ്ഞിക്കൊരു കൊലുസ് എന്തി? കുഞ്ഞിയുടെ ഒരു കൊലുസ് മുമ്പേ കളിച്ചതാ, താറേ കളഞ്ഞു. കൊലുസില്ല കുഞ്ഞിക്കിളിക്ക്, കൊലുസില്ലെന്ന് പറഞ്ഞു കേട്ടോ. കൊലുസില്ലാന്ന്. കൊലുസൊക്കെ ഉണ്ടോ? കിളിക്കിളി ഓറഞ്ച്. ഒട്ടകം പറഞ്ഞ ഒട്ടകം പറ. ഒട്ടകം. ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. ഉടനെ തിരിഞ്ഞിരിക്കും ബട്ടർഫ്ലൈ ആണ്. ശരിയടാ. നാനാ വെള്ളം. താങ്ക്സ് ചേച്ചി. കറുപ്പിനെ കളിയാക്കല്ലേ ബിഗ് ഫാമിലി. പാട്ട് പാടും വീണ എന്ന് പറയും ചേച്ചി. എന്നെ കളിയാക്കുന്നത് പോകട്ടെ. സ്വപ്ന പ്രസാദ് ഹായ് വീണ. ഹായ് ഡിയർ. ശില്പാഷ് കിളിക്കിളി എന്ന് പറഞ്ഞു. ഹായ് ഫുഡ്. രഞ്ജിക്കൂടെ എന്നാ വെച്ച് സങ്കടം. അപ്പോൾ 239 പേരുണ്ട്. ഹായ് പറയുന്നുണ്ട്. എടാ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂറാകുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഇടണേ. എനിക്കിത് ലൈവ് കട്ടാക്കാനാണ്. എനിക്കിത് അല്ലെങ്കിൽ ചേട്ടായി വന്നു കഴിഞ്ഞ് ഇവരെന്നോടൊരു ബഹളമുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ലൈവ് ഇടാൻ പറ്റത്തില്ല. പിന്നെ വേറെ എന്താ എനിക്കിപ്പോൾ കഴിച്ചോ പൊന്നെ? കഴിച്ചോടാ. ഒട്ടകമല്ല, ഓറഞ്ച്. ശ്രീജ ചന്തു ഹായ് പറയുന്നുണ്ട്. ഹായ് ഡിയർ.
പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞു. അപ്പം ഞാനിത് സൺഡേ ആയിട്ടും മെനക്കെടണമെങ്കിൽ അത്രമാത്രം നമുക്ക് പ്രഷർ കയറിയിട്ട് അപ്പം ഞങ്ങൾ അതിനുവേണ്ടി തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വരുന്ന എല്ലാ ബാഡ് കമൻറ്റുകളും, എനിക്കല്ല കേട്ടോ, ഞങ്ങളുടെ ചാനലിൽ വരുന്ന എല്ലാ ബാഡ് കമൻറ്റുകളും ഈ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഹണി റോസിന് കേസെടുക്കാമെങ്കിൽ വർഷങ്ങളായിട്ട് 2021 മുതൽ ഞാൻ കൊടുക്കുന്ന കേസൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മലയാളീസ് എന്നല്ല, നമ്മളിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം 1-2 വർഷമല്ലോ, 5 വർഷം. എൻ്റെ 5 വർഷം, എൻ്റെ ശിവനേ. ചിരിക്കല്ലാരും ഞാൻ എൻ്റെ ശിവനേ. എങ്ങനെ കുഞ്ഞി അമ്മ എങ്ങനെ പറഞ്ഞു എൻ്റെ ശിവനേന്ന് പറഞ്ഞ്? അങ്ങല്ല, അമ്മ ഇങ്ങോട്ട് നോക്കി ശിവനെ പറഞ്ഞേ. കണ്ണൻ MP ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറയില്ലേ, നമുക്കിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് പോകും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ എന്തായാലും വാഗമണിലെ ഡാൻസ് അത് ഞങ്ങൾ ചുമ്മാ കുറേ ഡാൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസത്തെ പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഓരോന്ന് ഇട്ട് പോസ്റ്റ് ചെയ്യാം. ഇതു പിന്നെ 228 പേര്. പിന്നെ ഞാൻ എന്നാ 1 മണിക്കൂറായോ, അരമണിക്കൂറായോ ആയോടി വീണ മോളെ? നമുക്ക് കുഞ്ഞിയെ നല്ല മിടുക്കിയെ പഠിപ്പിച്ച കുഞ്ഞിക്കളെ നല്ല മിടുക്കിയ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ പോകുമ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു. അപ്പോൾ തൊട്ട് ഒട്ടകം കുഞ്ഞിക്കിളി എന്താ പറയുന്നേ? സേ നമ്മൾ കണ്ടേ സേ ഇങ്ങനെ കണ്ടേ പറ ഒട്ടക. ഇല്ല മൂട് പോയി. ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ഗായ്സ്. രാജ്കുമാർ ഹായ് പറയുന്നുണ്ട്. ഡാൻസ് അപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. പിന്നെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, കുഞ്ഞൂസും കുഞ്ഞിൻ്റെയൊക്കെ സുഖമായിട്ടിരുന്നു. ഇടയ്ക്കൊക്കെ വിളിക്കും കുഞ്ഞൂസ്. ഞാനത് പറയണോ? എനിക്കൊന്ന് മെസ്സേജ് അയച്ചേ. കുഞ്ഞൂസിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം പറയണമെന്ന് മെസ്സേജ് അയച്ചേ എൻ്റെ മുത്ത. അല്ലെങ്കിൽ ചേച്ചി ആരെങ്കിലും അയച്ചേ എനിക്ക്. ചേച്ചി എന്ന് വെച്ചാൽ എൻ്റെ മെസ്സേജ് അയച്ചേടി, അത് വാട്സപ്പ് ചെയ്തേ. ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞോന്ന് ശ്രീജ. മഞ്ജുഷ എവിടെ ആയിരുന്നു മഞ്ജുഷ? ചേച്ചി എന്താ മെസ്സേജ് അയക്കാത്ത? എനിക്കിപ്പോൾ കമൻറ്റ് പോലും ഇടുന്നില്ല കേട്ടോ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് നേരെയുള്ള ചെറിയ കാര്യത്തിന് പോലും ശിക്ഷയാണ്. ഈവൻ ബോഡി ചുമ്മാ ബോഡി. ഞാൻ ആദ്യം ഒരു കാര്യം പറട്ടെ, പൈസ ഉണ്ടോ കേസെടുക്കും, പൈസ ഇല്ലേ കേസെടുക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ ഇല്ല, അതുകൊണ്ട് കേസ് എടുക്കുന്നില്ല. പൈസ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ മുൻതൂക്കം. അല്ലെങ്കിൽ അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. കുറച്ചും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ആക്ഷനൊക്കെ പറയുന്നവർക്കും, പിന്നെ അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ഒക്കെ കൊടുക്കുന്നവരെ കുറിച്ചൊക്കെ കേസ് എടുക്കും. പക്ഷെ അത് വെറുതെയാ, നമ്മൾ കോർട്ടിൽ കൊടുക്കണം കേസ് എടുക്കുന്നത്. ഷിനു ഹായ്, എന്നാണ് വിശേഷം? ഞാനേ കുറേ നേരം വന്നിട്ട് അയ്യോ എൻ്റെ മുടി. കുഞ്ഞിക്കിളി ഭയങ്കര ബഹളമായിരുന്നു. കുഞ്ഞിക്കിളിയുടെ കൂടെ കുറച്ചു നേരം ലൈവ് വരാന്ന് വെച്ചു. കുഞ്ഞിക്കിളി സമ്മതിക്കത്തില്ല, എന്നാലും ഞാൻ ലൈവ് വരും. കുഞ്ഞിക്കിളി ഇവിടെ ബഹളങ്ങൾ തുടങ്ങി. കുഞ്ഞിക്കിളിക്ക് അതും ഇതും എല്ലാം കഴിക്കാൻ കൊടുത്തൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്നു. കാണിക്കണ്ട പറഞ്ഞ് അല്ല, അവന്മാരെ കുറിച്ചൊന്നും പറയാം. അവന്മാര് പഠിക്കുന്ന പിള്ളേർ, അവന്മാരെ കുറിച്ച് എനിക്ക് കാണിക്കാനുമില്ല. എന്നെ കാണിക്കാൻ അവന്മാർ കുഞ്ഞുങ്ങൾ അവന്മാർ പഠിക്കുന്നു. അവന്മാരുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നോട് ഇങ്ങോട്ട് ഉപദേശിക്കുക, അമ്മ ആവശ്യമില്ലാത്തതൊന്നും കാണരുത്, അമ്മ ആവശ്യമില്ലാത്തൊന്നും അമ്മേനെ ടീച്ചേഴ്സിനൊക്കെ അറിയാം, അതുകൊണ്ട് അമ്മ ഒന്നും പറയരുതെന്നൊക്കെ എന്നെ വഴക്ക് പറയും. എപ്പോഴും പറയും അമ്മേ സൂപ്പർ ഡാൻസാണ്. റീലൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. അതിനിടയ്ക്ക് കുഞ്ഞിക്കിളി ഓരോ പണിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. കുഞ്ഞിക്കിളി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നുണ്ട്. അതിനിടയ്ക്ക് ഓറഞ്ച് പൊക്കി പിടിച്ചിട്ട് വന്നു. എന്നാ പെണ്ണേ. ഷിനു ഹായ്. എന്തുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര സങ്കടത്തിരുന്ന സമയത്ത് എനിക്ക് ഷിനുവിൻ്റെ എനിക്കൊരു മെസ്സേജ് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എനിക്ക് വിഷമമല്ല, അല്ലാതെ എന്തോ സങ്കടത്തിൽ നിന്നപ്പോൾ എനിക്ക് ഷിനുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഓണായി.
കാരണം എനിക്ക് എൻ്റെ ചേച്ചി ഇല്ലാതെ ചേച്ചി ഒരു കന്യാകുമാരി യാത്ര പോയതുകൊണ്ട് എനിക്ക് ആരോട് സങ്കടം പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറേ ഡള്ളായിരുന്നു. മൊഞ്ചത്തി എന്ന് പറയുന്ന രസം നമ്മളൊക്കെ മറന്നോ പെണ്. സുനോ ചേച്ചി അങ്ങോട്ട്. ഞാൻ സുനോ ചേച്ചി റീൽസ് ഇൻസ്റ്റേ കാണും. രസമായിരിക്കും, ഞാൻ ഇൻസ്റ്റേ കാണുന്നുണ്ട് ചേച്ചി. റസീന ഈ സുഖാന്നോ? എൻ്റെ ശിവനെ ഈ കുഞ്ഞിനെ കൊണ്ട് തോറ്റു. പറ ഒരു ഹായ് തരാമോ? കണ്ണൻ ഹായ്. കുഞ്ഞൂട്ടന്മാർ മിടുക്കരായി വളരട്ടെ. പിന്നെ മറ്റുള്ള എന്ത് പറയുന്നത് ശ്രദ്ധിക്കണം. ജനിച്ചേട്ടൻ എൻ്റെ ഷൂട്ട് ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ എഴുതുന്നില്ല. ശ്രീഹരി ഹായ്. അവന്മാരും മിടുക്കന്മാരായിട്ടിരിക്കുന്നു, പഠിക്കുന്നു. ഞാൻ 5 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞുണ്ണി 10ാം ക്ലാസ്സിലാണ്. പക്ഷെ ഇപ്പോഴും എൻ്റെ കുഞ്ഞുണ്ണി 10ാം ക്ലാസ്സിലാണ്. ഞാൻ 26-27 വയസ്സ് ചേട്ടായിയുടെ പോരുമ്പോഴും എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിലായിരുന്നു. ഈ 5 വർഷം എപ്പോഴും എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിലാണ്. അതെന്ത് പഠിത്തമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ വരുമ്പോഴും പ്രഗ്നൻ്റ് ആയിരുന്നു, ഇപ്പോഴും പ്രഗ്നൻ്റ്. എന്താണ് എന്നെ സമ്മതിക്കണം. കുഞ്ഞു റോസം അലക്സാണ്ടർ ഹായ്. റീൽസ് കാണാറുണ്ടോ? എൻ്റെ റീൽസോ? ഞാൻ കണ്ടില്ലടാ, സോറി. ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം റീൽസ് കണ്ടിട്ട് ചേട്ടായി ഭയങ്കര ചെയ്യുക. അപ്പോൾ ചേട്ടൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെന്താ എനിക്കറിയാമെന്ന് പറഞ്ഞു. ശ്രീഹരി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. പിന്നെ എൻ്റെ മുടിയുടെ രഹസ്യം ചോദിച്ചവർക്ക് മുടി വളരാൻ വേണ്ടി സത്യം പറഞ്ഞ മുടിയൊക്കെ നരച്ചു, പ്രായമായി കേട്ടോ, 60 വയസ്സായിരുന്നു ചേട്ടായി പറഞ്ഞു. എന്താണോ മുടി ഉലുവ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയതാ തിരിച്ചു. ഞാൻ പേര് പോലെ പറയില്ല ചേച്ചി, പേര് സുന്ദരി. താങ്ക് യു. സുന്ദരിയാണ്. എന്ത് ചെയ്യാൻ, ഞാൻ ഇപ്പം ചേട്ടാ ഉണ്ടായിരുന്നു. ആ സുന്ദരിയാണ്ടാണ് ഞാൻ വിളിച്ചോണ്ട് പോകുന്നു പറയും. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, അത് അവരവനത് മെയിൻ. അയ്യോ ഇതൊക്കെ നിങ്ങളോട് പറയട്ടെ, ഇനി ചേട്ടന്മാരുടെ ഫേസ്ബുക്കിലുള്ള കമൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു. എൻ്റെ ദൈവമേ, എല്ലാവരും യൂട്യൂബിൽ നിന്ന് ഒന്നാകെ അങ്ങോട്ട് ഇറങ്ങി വന്ന് ഫേസ്ബുക്കിലോട്ടെ. പക്ഷെ ഞങ്ങളത് ഫേസ്ബുക്കിൽ നിന്നെല്ലാം പോക്കി. എന്തോരം ചേച്ചിമാരായിരുന്നു അറിയാമോ? ചേച്ചിമാരുടെ അഡ്രസ്സ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഏറ്റവും ഇഷ്ടം ചേച്ചിമാരുടെ അഡ്രസ്സ് നമ്മളങ്ങ് എടുത്ത് അതിനെനിക്ക് ഭയങ്കര. കാരണം ഞാൻ 1 മണിക്കൂർ, ഞങ്ങൾ 2 മണിക്കൂർ ഞാനും ചേട്ടായോട് കുത്തിയിരുന്ന് അങ്ങ് തപ്പലോട് അങ്ങ് അഡ്രസ്സ് കിട്ടി. അത് കണ്ട് നമുക്ക് 5 മണിക്കുള്ളിൽ എല്ലാം ചെയ്യാൻ പറ്റി. അത് തന്നെ വലിയ ആത്മബന്ധമാണ് ചേച്ചി. അതൊരു ആത്മബന്ധമാണ് ചേച്ചി. മൂഡ് ഓഫ് ആണെന്ന് ദൈവം എന്നെ തോന്നിപ്പിച്ചതാകാം. അതാണ് അങ്ങനെ കമന്റ് ഇട്ടത്. ഒത്തിരി സങ്കടം ഞാനും ചിലപ്പോഴൊക്കെ ചേച്ചി കാണുമ്പോൾ. അതെ. എനിക്കിപ്പോൾ സങ്കടങ്ങളൊന്നുമില്ല, ഇപ്പം ഹാപ്പിയാണ്. ഓൾവേസ് ഹാപ്പി. എനിക്കെന്താ ഹാപ്പി കുറവല്ലേ ചേച്ചി? ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. എനിക്ക് സങ്കടം വരുന്ന ദിവസങ്ങളൊക്കെ കുറവാണ്. ഞാൻ സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ചിരിച്ചു കാണിക്കുന്ന ഒരാളാണ്. സത്യശീനു. അതെ. എൻ്റെ മുഖം എൻ്റെ കുഞ്ഞുക്കളിയുള്ള മുടിയെല്ലാം അഴുക്കാക്കുന്നത് എന്തോ എനിക്ക് മുടി അഴിച്ചിട്ട് എന്തോ പോലെ. ഞാൻ കെട്ടി വെക്കട്ടെ, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ. ഷീനു രഞ്ജി എന്ന് പറയുന്നുണ്ട്. കറുപ്പിന് 7 അഴക മക്കളെ, അടി ലൈക്ക് ഷിജി. അത്രേ ഉള്ളൂ, 7 അഴക. എടാ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും എനിക്ക് എൻ്റെ കറുപ്പ് തന്നെ ഇഷ്ടം. എനിക്ക് എൻ്റെ അച്ഛൻ കറുപ്പല്ലേ, എൻ്റെ അച്ഛൻ കറുപ്പാണ്. ഞാനും എൻ്റെ ബ്രദറും കറുപ്പാണ്. എൻ്റെ അമ്മ കളറുണ്ട്. പക്ഷെ അമ്മ ഇപ്പം നല്ലൊരു മോളെ കിട്ടുന്നു. എൻ്റെ അമ്മ ഇപ്പം എല്ലാം തോതുമായിരിക്കും. അശ്വതിയ കൃഷ്ണ എന്ത് പ്രശ്നം അപ്പോഴും? എന്താണ് പ്രശ്നം ഇപ്പോൾ? ഒന്നുമില്ല അശ്വതി കൃഷ്ണ, എനിക്ക് എന്ത് പ്രശ്നം? വാട്ട് ഈസ് മാറ്റർ? ഒരു പ്രശ്നമില്ലടാ. നീ പോവാണോ? ടാറ്റാ. ഞാനിപ്പോൾ പോവും, 1 മണിക്കൂറായില്ലടാ. വ്ലോഗ് ബൈ ലക്ഷ്മി. ആദ്യം ഒന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ ഇഷ്ടം. താങ്ക് യു കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കാവലിടുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യത്. അങ്ങനെയൊന്നും ഇല്ലടാ, അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ. അതൊക്കെ എനിക്കിത് സത്യം പറയട്ടെ, ഞാൻ ഓരോ അങ്ങ് പറയുക. ഞാൻ ചില വിടുവായൊക്കെ പറയുന്നത് നിങ്ങളങ്ങ് ക്ഷമിച്ചേ. എനിക്ക് ഇങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോഴും നമ്മൾ റിപ്പീറ്റ്ലി ഒരു കാര്യം തന്നെ പലരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് 1, 2, 3 പേരേ ഉള്ളൂ കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. അത് എനിക്ക് ചേച്ചിയായിട്ട് നിൽക്കുന്നവരുണ്ട്, എനിക്കൊരു അമ്മയായിട്ട് കരുതാം, എല്ലാവരും എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ
പലതും ഷെയർ ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ഉള്ളൂ എനിക്ക് സങ്കടം, അല്ലാത്തപ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ലക്ഷ്മി. എം എം ഗ്രീൻ കളറിൻ്റെ മൂക്കുത്ത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം.